ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ഒരു അടിപൊളി മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ മഹാരാഷ്ട്രീയൻസ് 98% ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെയാണ് കഴിക്കാറ്. കാന്താപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിൽ ഉപ്മാവ്. എങ്ങനെയാണ് ഉണ്ടാക്കണം? ഈസിയായി ഉണ്ടാക്കണം, എളുപ്പമായിട്ട് നമുക്ക് എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ? അത്രയ്ക്ക് ഈസിയാണ് നമ്മുടെ കാന്താപ്പോയ ഉണ്ടാക്കാൻ. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം തന്നെ നമുക്കിവിടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കട്ടിയുള്ള അവില എടുത്തിരിക്കുന്നത്, പിന്നെ 2-3 മീഡിയം സൈസ് സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, തക്കാളി. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക. അതിനുശേഷം ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായതിനു ശേഷം ജീരകം, 1 സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ജീരകം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പകുതി മുക്കാൽ ഭാഗം ആഡ് ചെയ്താൽ മതി, കുറച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇതേ സമയം പച്ചക്കപ്പലണ്ടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചക്കപ്പലണ്ടി ആഡ് ചെയ്തില്ല. അതേപോലെ കറിവേപ്പില, പച്ചമുളക് ഒക്കെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആ സവാള കുറച്ച് ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം വഴണ്ടതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ്. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേസമയം നമ്മൾ ആദ്യം അവിലെടുത്ത് വെച്ചില്ലായിരുന്നോ, ആ അവിൽ ഒന്ന് നനച്ച് വെക്കുക. എന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വെക്കേണ്ട, ചെറുതായിട്ടൊന്ന് നമ്മൾ സാറിന് അവിലൊക്കെ നനയ്ക്കുന്നത് പോലെ അവിൽ നനച്ച് വെക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആകുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അവിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഇളക്കുന്ന ടൈമിൽ ഗ്യാസ് സിമ്മിലാക്കണം.
അതിനുശേഷം നമ്മുടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വയ്ക്കുക സിമ്മിലാക്കി. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് മഹാരാഷ്ട്രീയൻസ് സെർവ് ചെയ്യുന്ന പോലെ സെർവ് ചെയ്താലോ. ഒരു പാത്രം എടുക്കുക, എന്നിട്ട് കുറച്ച് അപ്പോൾ നമ്മുടെ പോഹ ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന സവാള ഇല്ല, ആ സവാള കുറച്ച് മേളിലിടുക ഇതുപോലെ. അതിനുശേഷം കുറച്ച് മല്ലിയില, അതിനുശേഷം സേവ് ഇങ്ങനെ പൊടിയോ പോലെയുള്ളത്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പൊടിയോ ഉള്ള മിക്സ്ചറില്ലേ, മിക്സ്ചർ ആഡ് ചെയ്താലും ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പോഹ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.